friends, assalamu alaikum, namaskaram and welcome back to my channel. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിട്ടിലൻ ഐറ്റം കൊണ്ടാണ് ട്ടോ. നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്താൽ മതി ട്ടോ. ഒരു സിസ്ലർ ബ്രൗണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂട്ടെല്ല ബ്രൗണിയാണ്. മുന്നേ ഞാൻ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്താണ്. ഒന്നും കൂടി ഞാൻ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം ട്ടോ. അപ്പോൾ ആദ്യം ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇട്ടാൽ ഒരു ബട്ടർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് നമുക്ക് 3 ബാറായിട്ടാണ് കിട്ടലല്ലോ. നമ്മളെ ചോക്ലേറ്റ് കോമ്പൗണ്ട് 3 ബാറായിട്ടാണ് കിട്ടൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഹാഫാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ബാക്കി നമ്മൾ ന്യൂട്ടെല്ലയാണ് ചേർക്കുന്നത്. അപ്പോൾ ന്യൂട്ടെല്ല ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു ബട്ടറും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ മെത്തേഡിൽ കേട്ടോ. അങ്ങനെ ഞാനിതാ ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗളും അരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മൾ കോഫി പൗഡറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് 3 പ്രാവശ്യം ഒന്നും അരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും, കാണാത്തവരുണ്ടാവും. അതാണ് ഒന്നും കൂടെ ഞാൻ പെട്ടെന്ന് റെസിപ്പി പറയാമെന്ന് കരുതിയത്. അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് ഞാനിതാ സ്റ്റാൻഡ് മിക്സറിൽ ഒരു 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇടണം കേട്ടോ, ഞാൻ മറന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവർക്ക് സാധാരണ നമ്മൾ നോർമൽ എഗ് ബീറ്ററിൽ ചെയ്യാം. അതുപോലെ തന്നെ എഗ് ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ട് കൈകൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതിന് ഒരുപാട് നമ്മൾക്ക് മുട്ട പ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് ഭയങ്കര സ്പോഞ്ച് കേക്കൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് കൈ വെച്ചിട്ട് ഒന്ന് പഞ്ചസാര ഒന്ന് ജസ്റ്റ് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ പഞ്ചസാര ഒന്ന് മെൽറ്റായ ടൈമിൽ നമ്മൾ ഒന്ന് ലോ സ്പീഡിലാക്കി കൊടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചത് കുറേശ്ശായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ന്യൂട്ടെല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ന്യൂട്ടെല്ല ബ്രൗണി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ബ്രൗണി വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ന്യൂട്ടെല്ല ഇല്ലാതെ നോർമൽ ബ്രൗണി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 വർഷം മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ന്യൂട്ടെല്ല ബ്രൗണി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ 1/2 കപ്പ് നമ്മളെ ന്യൂട്ടെല്ലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ച് മാറ്റിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഒരു 3 ബാച്ചായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 10 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രിയിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെ തന്നെ 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിലൊരു 20-25 മിനിറ്റ് മതി കേട്ടോ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബട്ടർ പേപ്പർ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബ്രൗണിയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും കുറച്ച് ഭംഗിയിൽ കിട്ടണമെങ്കിൽ സ്ക്വയർ പാൻ ഉണ്ടാണ് എടുക്കും കേട്ടോ നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓവൺ ഇല്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുള്ള ബ്രൗണിയാണിത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ന്യൂട്ടെല്ല ബ്രൗണി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ഈക്വൽ ആയിട്ടുള്ള പീസ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾക്ക് സിസ്ലർ ബ്രൗണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ്. ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിസ്ലർ ബ്രൗണി ആക്കാനായിട്ട് ഈ ഒരു പാന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിങ്ങനെ താഴെ നമുക്ക് ഇതുപോലെ ഒരു വുഡനും അതുപോലെ ഇത് മറ്റേത് ഇരുമ്പാണ്. ഈ ഒരു പ്ലേറ്റ് ഇരുമ്പാണ്. അതുകൊണ്ട് തന്നെ അത് കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇരുമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഒരു തുരുമ്പ് പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം ആദ്യം. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നമ്മൾ എണ്ണയൊക്കെ തേച്ച് മയക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇല്ലാത്തവർക്ക് നമ്മൾ ദോശച്ചട്ടി ഉണ്ടാവുമല്ലോ, ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്കിത് കൈയൊന്നും പൊള്ളാതെ ഈ ഒരു വുഡൻ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. അതിന് പകരം നിങ്ങൾ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിലേക്ക് ദോശക്കല്ല് ഇറക്കി വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലാന്ന് കരുതിയിട്ട് ആരും സിസ്ലർ ബ്രൗണി ട്രൈ ചെയ്യാതിരിക്കണ്ട. ഇനി നമ്മൾക്ക് ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കുക എന്ന് പറയാൻ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പൊള്ളുന്ന രീതിയിൽ അതൊന്ന് ചൂടാക്കി എടുക്കണം.
അപ്പോൾ അത് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പ്ലക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് നമ്മളെ വുഡൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രൗണി പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇതുപോലെ നമ്മൾ ബ്രൗണി ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ഞാൻ വാനില ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണമെങ്കിലും ചൂസ് ചെയ്യാം. വാനില ആയിക്കോട്ടെ, കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക ഫ്ലേവേഴ്സ് കൊടുക്കുന്നതിനേക്കാളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീം അങ്ങനെ സ്കൂപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഇഷ്ടമുള്ള അത്ര വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഇല്ലാതെ കേട്ടോ ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവരെ ഫ്രണ്ടിൽ ഇതുപോലെ ലൈവായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. അതുപോലെ കുട്ടികൾക്കൊക്കെ തന്നെ ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയ ടൈമിൽ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് 1 കപ്പ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞ് വരുന്ന ആ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിസ്ലർ പാൻ ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യാതൊന്നും ഇരിക്കേണ്ട. നമുക്ക് ദോശക്കല്ല് വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നമുക്ക് ഇതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ല വൃത്തിക്ക്. കണ്ടോ, ഇപ്പോൾ ഇതൊരു എന്താ പറയുക തണുപ്പും അതുപോലെ തന്നെ ചൂടും കൂടെ, നാവ് പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ, കാരണം താഴെ വരുമ്പോൾ നല്ല ചൂടാണ് ഉണ്ടാവുക. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ആ തണുപ്പും നല്ല ചൂട് കേക്കും ചോക്ലേറ്റും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന ടൈമിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട് ഹസ്ബീസ് വേൾഡ് എന്ന്, അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യട്ടോ. കാരണം ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും മോഡൽസും ഒക്കെ അതിലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.